നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയുടെ വിശേഷമാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത് ശങ്കറാണ്. രഞ്ജിത് ശങ്കറിൻ്റെ എല്ലാ പടങ്ങളും മിനിമം ഗ്യാരണ്ടി പടങ്ങളാണ്. ഒരു പടവും രഞ്ജിത് ശങ്കറിൻ്റെ മോശമായിട്ട് വന്നിട്ടില്ലാത്ത ഒരു സ്റ്റാൻഡേർഡിൽ താഴെ ഒരു സിനിമയും പുള്ളി ഇറക്കിയിട്ടില്ല. അത്ര ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഉണ്ണി മുകുന്ദൻ ഫിലിംസാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ മിനിങ്ങാന്നായിരുന്നു സിനിമയുടെ OTT റിലീസ്. ആവേശവും വർഷങ്ങൾക്ക് ശേഷവും എല്ലാം സിനിമകളുടെ ഒപ്പം റിലീസ് ചെയ്ത സിനിമയാണ് ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷും. ഈ 3 പടങ്ങൾ തിയേറ്ററിൽ റിലീസായപ്പോൾ അതിൽ ഏറ്റവും കുറച്ച് കളക്ട് ചെയ്ത സിനിമയാണ് ജയ് ഗണേഷ്. തിയേറ്ററിൽ ഭയങ്കര ഒരു വിജയമായില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ പാർട്ടി ഉണ്ണി മുകുന്ദനെ ഒതുക്കാനായിട്ട് നോക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പം ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് വെച്ച് നാളെ എല്ലാവർക്കും അവരവരുടെ പാർട്ടിയിലും അവരവരുടെ മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യവും അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കുമുള്ള സ്വാതന്ത്ര്യം. ഉണ്ണി മുകുന്ദൻ BJP അനുഭാവിയോ അല്ലെങ്കിൽ LDF അനുഭാവിയോ കോൺഗ്രസ് അനുഭാവിയോ ആയാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒതുക്കുന്നത് രീതി തികച്ചും അസഹിഷ്ണുതമായ ഒരു ഒരു രീതിയായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്തത്. കുറേ ആളുകൾ അങ്ങനെയുടെ സിനിമ ബഹിഷ്കരിക്കുന്നതും എല്ലാം കണ്ടു. ഇതെല്ലാം പറയാൻ കാരണം വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ക്രൈം ത്രില്ലേഴ്സ്, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ജയ് ഗണേഷ് തുടക്കം തുടങ്ങി ഒരു 10-15-20 മിനിറ്റ് പോണ വരെ നോർമലി പോയിക്കൊണ്ടിരുന്ന സിനിമ ഒരു ഗിയർ മാറ്റമാണ് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ. ഉണ്ണി മുകുന്ദനോടൊപ്പം അശോകനുണ്ട്, മഹിമ നമ്പ്യാരുണ്ട്, പിന്നെ കുറച്ച് കരിക്കിലെ ആക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇത്രയും പേരാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല വിഷമം തോന്നി. കാരണം ആവേശവും വർഷങ്ങൾക്ക് ശേഷം, ആവേശത്തിൻ്റെ അത്രയും ഒന്നും ഞാൻ പറയുന്നില്ല, രംഗണ്ണൻ്റെ ഒരു എഫക്റ്റ്, ബട്ട് ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയോട് ഒപ്പം പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ അതുപോലെ വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിരുന്നു ജയ് ഗണേഷും. ശരിക്കും വിഷമം തോന്നി. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. കാരണം തുടങ്ങി ഒരു 20 മിനിറ്റ് വരെ നോർമലി പോയിക്കൊണ്ടിരുന്ന സിനിമ, അതിനുശേഷം പടം കിടിലമായിട്ട് അവസാനിക്കുന്നത് വരെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറായിട്ട് ആ സിനിമ കൊണ്ടുപോകാൻ രഞ്ജിത് ശങ്കറിന് സാധിച്ചിട്ടുണ്ട്. ബ്രില്യൻ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമ തിയേറ്ററിൽ ആക്കി കൊടുക്കാതിരിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും തന്നെ പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല സിനിമകൾ വിജയിപ്പിക്കണം. മോശം സിനിമയാണെങ്കിൽ നമുക്ക് വിമർശിക്കാം. അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം BJP അനുഭാവി, സമാജം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളെ കരിവാരി തേക്കുന്നു, ഒരാളെ ഒതുക്കാൻ നോക്കുന്നു. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് പേഴ്സണലി നല്ല വിഷമം തോന്നി. കാരണം സിനിമ കണ്ടപ്പോൾ, കാരണം അത്ര കിടിലൻ സിനിമയായിരുന്നു. ഇതുപോലെ സിനിമകൾ നമ്മൾ വിജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ്? മലയാള സിനിമ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള സിനിമകൾ കാണുമ്പോൾ അതിനകത്ത് ഒരു അമാനുഷിക പവറോ അങ്ങനെ ഒന്നുമല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തേക്കണം ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ടാഗ് ലൈൻ ആയിട്ട് മാത്രം കണക്കാക്കി അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ട്. എനിക്ക് ഏറ്റവും എടുത്തു പറയണം തോന്നിയത് ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിംഗ് ആണ്. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ TK രാജകുമാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഞാൻ ഉണ്ണീനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സിനിമയെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ ഭയങ്കര ലുക്കാണ്, പക്ഷേ ആക്ടിങ് തീരെ പോക്കാണ്. വർഷങ്ങൾക്ക് മുന്നേ TK രാജകുമാറിന് ഒരു പണ്ടത്തെ സിനിമ, അതിനകത്ത് ഭയങ്കര ബോർ ആക്ടിങ്. അവിടെ നിന്ന് ഉണ്ണി മുകുന്ദൻ വന്ന വഴിയാണ് ഞാൻ ആലോചിച്ചത്. കാരണം എന്ത് കിടിലമായിട്ടാണെന്നറിയാം ആ റോള് ചെയ്തത്. കിടിലം എന്ന് പറഞ്ഞാൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ആക്ട് ചെയ്തു, കിടിലമായിട്ട് ആക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്ലാസ് ആക്ടറായി മാറിയിരുന്നു. എന്ത് രസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് പുള്ളി. ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട്. ഒരു സീനിൽ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്ര കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊന്നും എത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് അങ്ങനൊരു ജേർണി ഉണ്ട്. പക്ഷേ ഇത്രയും നന്നായിട്ട് ഇത്രയും ചെയ്തൊരു സിനിമ നമ്മളത് വിജയിപ്പിക്കാണ്ടിരിക്കുമ്പോൾ ശരിക്കും കഷ്ടമാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അത്ര കിടിലം പടമായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ്. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം എല്ലാം നിർവഹിച്ചിരുന്ന രഞ്ജിത് ശങ്കർ അടിപൊളിയായിട്ട് ഈ സിനിമയും മിനിമം ഗ്യാരണ്ടി എന്നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം വരെ നല്ല രസമായിട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഇത് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലപ്പുറം ഒരു സിനിമ ചെയ്യാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്നല്ല അതിന് പറഞ്ഞത്, എന്താണ് ഒരു ത്രില്ലർ കാറ്റഗറി പെടുത്തുന്ന ഒരു സിനിമ. അപ്പം മസ്റ്റായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്. ഏതായാലും തിയേറ്ററിൽ വിജയമായില്ല. തിയേറ്ററിൽ വിജയമാക്കാത്തതിൽ ശരിക്കും കഷ്ടമാണ് അങ്ങനത്തെ സിനിമകളൊക്കെ വിജയിപ്പിക്കാൻ. രംഗണ്ണൻ്റെ ഒപ്പം തന്നെ വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിരുന്നു അത്. അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു മാനദണ്ഡം ആവരുത്. ശരിക്കും എല്ലാവരുടെയും എല്ലാ പാർട്ടിയിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുടെ ഓരോ സിനിമ ഇറക്കുമ്പോൾ സമാജം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒതുക്കുന്നത് ഒട്ടും ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്.
എന്ന് വെച്ച് വേറൊരാൾ BJP അല്ലെങ്കിൽ വേറൊരാൾ LDFിലോ ആവാൻ പാടില്ല എന്നും എനിക്ക് വാശി പിടിക്കാൻ പറ്റും. ആർക്ക് വാശി പിടിക്കാൻ പറ്റും? അയാളെ കരിവാരി തേക്കുക. ഇതൊന്നും ശരിയായ നടപടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സിനിമ കണ്ടപ്പോൾ അതിലേറെ വിഷമമാണ് തോന്നിയത്. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയമാവേണ്ട സിനിമയായിരുന്നു. ഇതെന്തോ എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീതാണ്. നമ്മുടെ പ്രേമലുവിൽ ഹീറോയുടെ ഒപ്പം ഉണ്ടായിരുന്ന സംഗീത് നമ്മുടെ അമൽ ഡേവിസ് ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മൂവിയായിരുന്നു. നല്ല രീതിയിൽ എടുത്തിട്ടുമുണ്ട്. അശോകന് ചെറിയ റോളാണ്, പക്ഷേ അശോകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി മഹിമന്നും മേറിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണ്. ത്രൂ ഔട്ടും ഉണ്ട് പുള്ളിക്കാരി. പിന്നെ കുറച്ച് കരിക്കിലെ ആക്ടേഴ്സും എല്ലാവരും ഉണ്ട്. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്നനാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമായിട്ട് ഫീൽ ചെയ്തത്. മസ്റ്റായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്. കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടുന്നു. അത്രയും ഒരു രസമായിട്ട്, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ഏജിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ജയ് ഗണേഷ്. അപ്പോൾ കാണൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.